Welcome students, welcome back to our IT class. In the previous class we were discussing about the structure of an email message from to CC, BCC. So we know all about that, how to add subject, what is the importance of adding subject to an email message. So that's what we were discussing, and so we know how to send a mail. I don't think it's a complicated one because you've been using smartphones and computers. I don't think you have any queries regarding any of this topic. So if you have any, you can click on me. So we are moving to the next portion, which is difference between CC and BCC. As we know, carbon copy and blind carbon copy. So these are the two things which, when expanded, it becomes carbon copy and blind carbon copy. So in carbon copy, CC, it's a copy of the message that we have typed in the body will be sent to the people whom you wanted to send. So what is the difference between CC and BC? When we provide the email address of the recipients in the field CC, they will be able to see all the people who received this particular mail. Whereas in the case of BCC, blind carbon copy, their privacy will be maintained and they won't be, any of the recipients will not be, able to see any of the recipients other than them who received the email. എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ കോപ്പി, അതായത് CC എന്ന ഫീൽഡിലാണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്ന ആൾ, അതായത് നമ്മൾ അയക്കുന്ന മെയിൽ ഒരു 10 പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 പേർക്കും അറിയാം നമ്മൾ ആർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്ന്. ബട്ട് വെറാസ് ഇൻ ദ കേസ് ഓഫ് BCC, അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്ന ഫീൽഡിലാണ് നമ്മൾ ഇവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഈ 10 പേർക്കും നമ്മൾ അയക്കുന്ന മെയിൽ കിട്ടും. പക്ഷേ 10 പേർക്കും അറിയാൻ പാടില്ല നമ്മൾ ആർക്കൊക്കെ ഇത് അയച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി അവിടെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മെയിൽ ID കിട്ടിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ത്, ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലൂടെ. ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ CC ആൻഡ് BCC. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ സ്പാം വേഴ്സസ് ജങ്ക് മെയിൽ. സ്പാമേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ മൊബൈൽ ഫോണിലാണെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്, വി ഹാവ് ടു ക്രിയേറ്റ് എൻ ഇമെയിൽ അഡ്രസ് ഇൻ ഓർഡർ ടു പെർഫോം ഓൾ ദ ഫെസിലിറ്റീസ് ദേ പ്രൊവൈഡ് ആസ്. അല്ലെ, ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ ഇഫ് യു വാണ്ടഡ് ടു ഡൗൺലോഡ് സം സോഫ്റ്റ്വെയർ, ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ലോഗിൻ to your Google account. Without having a Google account, you can't access your mobile phone. In the case, if you wanted to download some apps from the Play Store. So, അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ജിമെയിലിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇൻബോക്സ് ഉണ്ട്, ഡ്രാഫ്റ്റ്സ് ഉണ്ട്, ഔട്ട് ബോക്സ് ഉണ്ട്, സെൻഡ് മെസ്സേജസ്, ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് വി ക്യാൻ സീ സ്പാം. സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. Spam is defined as irrelevant or inappropriate message sent on internet to a large number of people. ഇറവലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്ന സംഭവത്തെയാണ് എന്ത് പറയുന്നത്, സ്പാം എന്ന് പറയുന്നത്. ആ മെസ്സേജിനെയാണ് എന്ത് പറയുന്നത്, സ്പാം. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സേ, ഇമെയിൽ മാത്രമല്ല, അങ്ങനെ മെസ്സേജസ് നമുക്ക് വരും. നമുക്ക് ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരു എന്താ പറയുക, ഇംഗ്ലണ്ടിലെ ഒരു ലോട്ടറി, എന്താ പറയുക, അതിൻ്റെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് $1 ബില്യൺ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒന്ന് ഈ നമ്പറിലേക്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. പിന്നെന്താ പറയുക, മെസ്സേജസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെയാണ് സ്പാം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മോസ്റ്റ് കോമൺലി അതിൻ്റെ അകത്തൊരു URL ഉണ്ടാവും.
When we click on that URL, it will redirect to one page and it will fetch all the details that we have stored in our mobile phone or the computer. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണിത്. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഇതെല്ലാം ഇവർക്ക് ഡീറ്റെയിൽസിന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള സ്പാംസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് ജങ്ക് മെയിൽ? Junk mail is an unwanted or unsolicited advertising or promotional material received through the mail or email. ചുമ്മാ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ കുറേ ആഡ്സ് ഒക്കെ വരും. നമ്മളിപ്പോൾ എന്താ പറയുക, ചുമ്മാ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ അബൌട്ട് ദാറ്റ് സ്പെസിഫിക് തിങ് വിച്ച് വി ബിൻ സെർച്ചിങ് ഫോർ ഇൻ ഓൾ ദ പ്ലാറ്റ്ഫോംസ് ആഫ്റ്റർ വി സൈനിങ് ഇൻ ടു. നമ്മൾ എവിടെയൊക്കെ കയറിയാലും, ഇപ്പോൾ ഒരു ആമസോണിൽ കയറിയിട്ട് നിങ്ങളൊരു മൊബൈൽ ഫോൺ നോക്കി, ഒരു സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തു, നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു, വേറൊരു മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ആമസോണിൽ നിന്ന് ഇറങ്ങി ആൻഡ് ദെൻ യു ആർ ഗോയിങ് ടു ഫേസ്ബുക്ക് ആൻഡ് യു ആർ ബ്രൗസിങ് ദ ഫേസ്ബുക്ക് ആൻഡ് വെൻ യു സ്ക്രോളിങ് ഡൗൺ you happen to see some advertisement about the specific thing which you've been searching for in Amazon, in Facebook. നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്ത സാധനത്തിൻ്റെ അതേ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല അഡ്വർടൈസ്മെൻറ്റ്സും നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫേസ്ബുക്കിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ വെൻ യു ചെക്ക് യുവർ ഇമെയിൽ, വെൻ യു ചെക്കിംഗ് ഫോർ any unread messages or എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ജങ്ക് മെയിൽ എന്ന് പറയുന്നത്. In the early days of internet, it was possible to send email to everyone on the system. Nowadays, we have a lot of spam filters that save us from a lot of spam. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മെയിൽ തന്നെ പലർക്കും ഒത്തിരി ആളുകൾക്ക് ഒറ്റയടിക്ക് അയക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് പല എന്താ പറയുക, ഇപ്പം തന്നെ ജിമെയിലാണെങ്കിൽ തന്നെ സ്പാം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ സ്പാം ആണെന്ന് ജിമെയിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇമെയിൽ മെസ്സേജസിനെ സ്പാമിലേക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് മാറ്റി ഇടും. സോ വി ഡോണ്ട് ഹാവ് ടു ക്ലിക്ക് ഓൺ എനിത്തിങ്. ഓൾ വി ഗോട്ട് ടു സെർച്ച് വൈൽ ഓപ്പണിങ് യുവർ ഇമെയിൽ അക്കൗണ്ട് ഈസ് ദ ഇൻബോക്സ്. അല്ലേ? നമ്മൾ ഇൻബോക്സിൽ നോക്കിയാൽ മതി നമുക്ക് എന്താ മെസ്സേജ്. ഇപ്പം ഇൻബോക്സിൽ ഇല്ലെങ്കിൽ വി ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം ടു സെർച്ച് ഫോർ എനി സ്പാം മെസ്സേജസ്. So Google will automatically store them in the spam folder and it will be deleted after some time. So that's all about spam versus junk mail. These all things you need to know. Otherwise, എന്താ പറയുക, നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരു ചില കമ്പ്യൂട്ടറിൽ അത്ര അറിവില്ലാത്ത ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അത് എനിക്കിങ്ങനെ ഒരു ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കട്ടെ, അപ്പോൾ അവർക്ക് എനിക്ക് ആ പൈസ അയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം. നോ, ഇറ്റ്സ് നോട്ട് എ ജെനുവിൻ മെസ്സേജ്. അങ്ങനെയുള്ള മെസ്സേജസിൽ ക്ലിക്ക് ചെയ്യരുത്. വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ് ഇറ്റ് വിൽ, ഫിഷിംഗ് എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ എടുക്കും. And now we are going to the next topic, which is search engine. What is search engine? Can you give me an example for search engine? Search engine എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ IT-യിലെ എല്ലാ ടേമും it says itself what it does. Search engine, ഒരു എൻജിൻ which searches. സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊരു എൻജിൻ. അപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റിലാണ്, അതുകൊണ്ട് എന്താണ്, വണ്ടിയുടെ കാറിൻ്റെ ഒക്കെ എൻജിൻ പോലത്തെ ഒരു എൻജിനല്ല. എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിൻ വിത്ത് കോഡ്സ്. സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സെർച്ച് എൻജിൻ. ഇതൊരു എന്താ പറയുക, അതൊരു വെബ്സൈറ്റ് അല്ല, സെർച്ച് എൻജിൻ തന്നെയാണ് അതിന് പറയുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കീവേഡ്സിനെ അതിൽ എൻ്റർ ചെയ്തിട്ട് there will be a text box and we will be able to provide some keywords and hit on search button and it will give you lot of information regarding to that keyword that we have put on that
ടെക്സ്റ്റ് ബോക്സിൽ നമ്മളിട്ട ഏത് കീവേഡാണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പോൾ സെർച്ച് എഞ്ചിനിൽ എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുക ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അൺടിൽ നൗ യു ആർ സർഫിംഗ് ഇൻ്റർനെറ്റ് ബൈ വിസിറ്റിംഗ് സൈറ്റ്സ് നോൺ ടു യു, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരെ സൈറ്റ്സിലേക്കാണ് പോകുന്നത്, നമുക്കറിയാവുന്ന സൈറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദ സൈറ്റ് അഡ്രസ്, വാട്ട് വി ഹാവ് ടു ഡു, വി ജസ്റ്റ് put the keyword related to it and the search engine will do the work for you. What if you want to view particular information but you do not know which site would provide you that information? നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി അറിയാം, പക്ഷേ നിങ്ങൾക്കറിയില്ല ഏത് സൈറ്റാണ് ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സോ അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ യൂസ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനിൽ നമുക്ക് ആ കീവേഡ് അടിച്ചെടുത്താൽ അത് കിട്ടും. In that case, you need to search for that information on the web. And this can be done through search engines, a program used for searching information on the internet. A program used for searching information on internet. Underline. അതിൻ്റെ അപ്പുറം കൊടുത്തിരിക്കുന്നുണ്ട് ഒരു യെല്ലോ ബോക്സിൽ. സെർച്ച് എഞ്ചിൻ എന്താ? എ സെർച്ച് എഞ്ചിൻ ഈസ് എ പ്രോഗ്രാം ദാറ്റ് സെർച്ചസ് ത്രൂ എ ഡേറ്റാബേസ് ഓഫ് വെബ് പേജസ് ഫോർ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷനെ കുറിച്ച്, ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷന് വേണ്ടി വെബ് പേജിലെ ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷന് വേണ്ടിയിട്ട്. ഏത് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ? നമ്മൾ കൊടുക്കുന്ന കീവേഡ്. ആ കീവേഡിന് വേണ്ടിയിട്ട് എന്താ പറയുക, വെബ് പേജസിൻ്റെ ഡേറ്റാബേസിലൂടെ കയറി തപ്പിയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ യുവർ നോട്ട്ബുക്ക്. ഫൈൻഡിങ് ഇൻഫർമേഷൻ യൂസിങ് എ സെർച്ച് എഞ്ചിൻ. ഒരു സെർച്ച് എഞ്ചിൻ വെച്ച് എങ്ങനെ ഇൻഫർമേഷൻ ഫൈൻഡ് ചെയ്യാം, കണ്ടുപിടിക്കാം? There are many search engines on the web. Google is just one of the search engines. സെർച്ച് എഞ്ചിൻസിൽ ഒരെണ്ണമാണ് എന്ത്? ഗൂഗിൾ എന്ന് പറയുന്നത്. There are a lot of search engines are available. The searching process is similar on these search engines. Searching process എല്ലാം സിമിലർ ആയിരിക്കും ഈ സെർച്ച് എഞ്ചിനിൽ. Following the table 2.1 lists some popular search engines on the web. Okay, table 2.1 നമുക്ക് കാണാം. Google, Bing, Yahoo Search, Ask, AOL, Wow. These are the popular search engines which is available on internet. അപ്പോൾ അതിൻ്റെയൊക്കെ URL കൊടുത്തിട്ടുണ്ട്. And I want you to check all these search engines. ഈ URL കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ സെർച്ച് എഞ്ചിൻസൊക്കെ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഗൂഗിളിലാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷനാണുള്ളത്? ഒരു ടെക്സ്റ്റ് ബോക്സ്, ദർ വിൽ ബി ദ ലോഗോ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് എഴുതിയേക്കുന്നത് അവർ എഴുതിയിരിക്കുന്ന രീതിയിൽ ഗൂഗിൾ, അതിൻ്റെ ഇടയിലൊരു ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ജസ്റ്റ് ഫോളോഡ് ബൈ ദാറ്റ് ടെക്സ്റ്റ് ബോക്സ് വിൽ ബി എ മാഗ്നിഫയർ സിമ്പിൾ. സെർച്ച് ചെയ്യാനുള്ളൊരു ലെൻസിൻ്റെ പടമില്ലേ അതുണ്ടാവും. പിന്നെന്താ, ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല, ഒരു ലെൻസിൻ്റെ പടം ഉണ്ടാവും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ അടിയിലായിട്ട് 2 ബട്ടൺസ് ഉണ്ടാവും, സെർച്ച് ആൻഡ് ഐ എം ഫീലിംഗ് ലക്കി. അപ്പം ഞാനിതിൻ്റെ ഡിഫറൻസ് പറഞ്ഞിരുന്നു, സെർച്ചിൻ്റെയും ഐ എം ഫീലിംഗ് ലക്കി. അപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ യു എൻ്റർ സം കീവേഡ്സ് ഓൺ ദ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ക്ലിക്കിംഗ് ഓൺ ഐ എം ഫീലിംഗ് ലക്കി? എന്ത് സംഭവിക്കും? ഗൂഗിളിൻ്റെ പേജിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഒരു സെർച്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അതിൻ്റെ അടിയിൽ സെർച്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെ ഐ എം ഫീലിംഗ് ലക്കി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ ഐ വാണ്ടഡ് ടു നോ അബൌട്ട് ഫേസ്ബുക്ക് ആൻഡ് ഐ എം എൻറ്ററിങ് ഫേസ്ബുക്ക് ആസ് എ കീവേഡ് ഇൻ ദ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ക്ലിക്കിംഗ് ഓൺ സെർച്ച്? അന്നേരം എന്ത് സംഭവിക്കും? ആൻഡ് ഐ എം ക്ലിക്കിംഗ് ഓൺ ഐ എം ഫീലിംഗ് ലക്കി, അന്നേരം എന്ത് സംഭവിക്കും? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? My recollection, I think I have discussed about it. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There will be so many results regarding to that particular keyword which we have been typing on that
ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കീവേഡിനെ കുറിച്ചിട്ടുള്ള റിസൾട്ട്സ് പല വെബ്സൈറ്റുകൾ നമുക്ക് അതാണ് റിസൾട്ടായിട്ട് വരുന്നത്. വിത്തിൻ സ്പ്ലിറ്റ് സെക്കൻഡ് വി വിൽ ഗെറ്റ് മില്യൺസ് ഓഫ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസ്ബുക്കിൻ്റെ പല പല കാര്യങ്ങൾ. ചിലവരുടെ ഫേസ്ബുക്കിൽ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടും റിസൾട്ട്സിൽ? ഫേസ്ബുക്കിൻ്റെ പേജ് കാണാം, ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് കാണാം, സൈനപ്പ് പേജ് കാണാം, പിന്നെ വലിയ വലിയ ആളുകളുടെ ഫേസ്ബുക്ക് പേജുകളിലേക്കുള്ള റിസൾട്ട്സ് കാണാം. ഫേസ്ബുക്ക് എന്ന കീവേഡ് എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് റിസൾട്ട്സ് ആയിട്ട് വരും. ബട്ട് whereas in the case when we click on I am feeling lucky, it will straightly go to that website. അത് നേരെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇറ്റ് വോണ്ട് ഗീവ് യു സം എന്താ പറയുക റിസൾട്ട്സ് തരില്ല. ഇത് നേരെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് അത് പോകും. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, എന്നിട്ട് ഐ എം ഫീലിംഗ് ലക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പേജിലേക്ക് അത് ഡയറക്റ്റായിട്ട് പോകും. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. അതായത് റിസൾട്ട് തന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോകും. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെർച്ച് ആൻഡ് ഐ എം ഫീലിംഗ് ലക്കി. So these are the search engine, and we are going to learn the information searching process in one very popular search engine, Bing. Bing എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സെർച്ച് എഞ്ചിനിൽ എങ്ങനെയാണ് ഈ സെർച്ചിങ് പ്രോസസ്, the procedures or the process, how this keywords, when we give the keywords, how it is happening, like എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കിട്ടുന്നു, അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ടു സെർച്ച് ഫോർ വെബ് പേജസ് പെർട്ടൈനിങ് ടു എ സ്പെസിഫിക് ഇൻഫർമേഷൻ, ഓൾ യു ഹാവ് ടു ഡു ഇസ് ഗോ ടു ദ ഹോം പേജ് ഓഫ് ദ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ്റെ ഹോം പേജ്, ഇപ്പോൾ ഗൂഗിളാണെങ്കിൽ ഗൂഗിളിൻ്റെ ഹോം പേജിലേക്ക്, അല്ലെങ്കിൽ ബിങ്ങിൻ്റെ ഹോം പേജിലേക്ക് ടൈപ്പ് ദ ഇൻഫർമേഷൻ to be searched for on the box provided for it. ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഏതാണോ കീവേഡ് അത് സെർച്ച് ചെയ്യുന്നു, അത് ടൈപ്പ് ചെയ്യുന്നു. and now click at search button next to it. Within a few seconds a search engine will search for the information and display the links to the web pages which are linked to your desired information in some way. നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ്, വെബ് പേജസ് എല്ലാത്തിലേക്കുമുള്ള ലിങ്ക്സ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. Figure 2.6 shows this process of searching information, and now most commonly we use Google. So you can do this process by your own and you will get to know what's the difference. Okay, ഈ സെയിം പ്രോസസ്സ് നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഗൂഗിളിലേക്ക് കയറുക, എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സെർച്ച് ചെയ്യുക. ഓക്കെ, ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്സ്. സെർച്ച് എഞ്ചിൻ ഏതുമായിക്കോട്ടെ, പക്ഷേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടായിരിക്കും. കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേയിലായിരിക്കും. അതായത് ഇപ്പോൾ ബിങ് ആയിക്കോട്ടെ, AOL ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, the working of the search engine will be the same. In search engine you can type keywords to search for and a search engine searches them on the web and provides you the details. A search engine works with the help of following three elements. A search engine works with the help of following three elements. Which are they? Spiders or web crawlers or bots or agents. Spiders, web crawlers, bots or agents. The search engine uses a software called Spider or web crawler, robot, bot or agent, which comb the internet looking for documents and their web addresses. The spider or web crawler perform the methodical researches needed to find the information. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഈ ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 3 എലമെൻറ്റ്സ് ആണ്. അതിലൊന്നാണ് സ്പൈഡേഴ്സ്, അല്ലെങ്കിൽ വെബ് ക്രോളർ, അല്ലെങ്കിൽ ബോട്ട്സ്, അല്ലെങ്കിൽ ഏജൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? മെത്തേഡിക്കലായിട്ട് സെർച്ചസ് പെർഫോം ചെയ്യുന്നു. സെർച്ചസ്. The bots or spiders are given direction by search engine and they crawl from one server to another. അപ്പോൾ അതായത് എന്താ പറയുന്നത്,
സെർച്ച് ചെയ്യുമ്പോൾ ഈ കീവേഡിനെ വെച്ച് സെർച്ച് ചെയ്യുന്നത് ആരാ? സ്പൈഡേഴ്സ് ഓർ വെബ് ക്രോളേഴ്സ് എന്ന് പറയുന്ന സംഭവം. പെർഫോം ദ മെത്തേഡിക്കൽ സെർച്ച് നീഡഡ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് നടത്തുന്ന ആരാണ്? വെബ് ക്രോളറോ സ്പൈഡറോ ആയിരിക്കും. ആൻഡ് ദ ബോട്ട്സ് ഓർ സ്പൈഡേഴ്സ് are given direction by the search engines and they crawl from one server to another. എന്താണ് ഡയറക്റ്റ് സെർച്ച് എഞ്ചിനിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതനുസരിച്ച് ഒരു സെർവറിൽ നിന്ന്, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു വെബ്സൈറ്റിന് എന്തായാലും ഒരു സെർവർ ഉണ്ടാവും. അപ്പോൾ എന്തോരം വെബ്സൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ എന്തോരം സെർവറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കീവേഡിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്നും മറ്റൊരു ഇതിലേക്ക് മാറി സെർച്ച് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട്സ് എല്ലാം നമുക്ക് തരും. അപ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. The bots or spiders are given direction by the search engine. ബോട്ട്സ് ഓർ സ്പൈഡേഴ്സ് ഇതെല്ലാം സെയിം ആണ്. ഇതിന് സെർച്ച് എഞ്ചിൻ ഡയറക്ഷൻസ് കൊടുക്കുന്നതനുസരിച്ച് ഇത് വൺ സെർവറിൽ നിന്നും മറ്റൊരു സെർവറിലേക്ക് പോകും. എന്തിനെ നോക്കി? നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കി. Compiling the huge list of URLs based upon the directions given by search engine. In indexing software and database. അത് രണ്ടാമത്തെ എലമെന്റ്. The lists of documents and web addresses collected by bots. അപ്പോൾ എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ബോട്ട് അല്ലെങ്കിൽ വെബ് ക്രോളർ എന്ന് പറയുന്ന ഈ സംഭവം അല്ലെങ്കിൽ സ്പൈഡേഴ്സ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും? ആദ്യം മെത്തേഡിക്കൽ സെർച്ച് നടത്തിയിട്ട് ഓരോരോ സെർവറിലൂടെ മാറി ഇതിൻ്റെ അകത്തു നിന്നുള്ള ഇതുമായിട്ട്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യും? നമ്മളെ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇത് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടോ ദ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് അഡ്രസ്സസ് കളക്റ്റഡ് ബൈ ബോട്ട്സ് ആർ സെൻഡ് ടു ദ ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ. അവിടെയാണ് രണ്ടാമത്തെ എലമെൻ്റായ ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ. അപ്പോൾ കിട്ടിയിരിക്കുന്ന, അതായത് സെർച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഡെക്സിങ് സോഫ്റ്റ്വെയറിൻ്റെ അടുത്തേക്ക് വിടും. The indexing software extracts information from the documents and web addresses, prepare on index of it and store it in a database. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ ഈ ബോട്ട്, സ്പൈഡർ അല്ലെങ്കിൽ വെബ് ക്രോളർ കണ്ടെത്തിയ ഇൻഫർമേഷൻ, സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്യും. എവിടെ നിന്ന്? ഡോക്യുമെൻറ്റ്സ്, ഡോക്യുമെൻറ്റ്സും വെബ് അഡ്രസ്സും ആണല്ലോ നമുക്ക് ആദ്യം ഇത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ അകത്തു നിന്നുള്ള ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്യും? ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ടോ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡിക്കലായിട്ട് ഒരു സെർച്ച് നടത്തും. സെർച്ച് നടത്തിയിട്ട് സെർച്ച് എഞ്ചിൻ്റെ ഡയറക്ഷൻസിനെ മൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ വെബ് ക്രോളർ അല്ലെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്ന സംഭവം ഓരോ സെർവറിലേക്കും മാറി എല്ലാ സെർവറിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡിനനുസരിച്ച് നമ്മുടെ എന്താണോ കണ്ടെത്തേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ആൻഡ് ദെൻ ഹിയർ കംസ് ദ സെക്കൻഡ് എലമെന്റ് വിച്ച് ഇസ് ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ. ദ ഇൻഫർമേഷൻ ഓർ ദ വെബ് അഡ്രസ്സസ് ആൻഡ് ഡോക്യുമെന്റ്സ് found by this spiders will be then sent to indexing software. ഇൻഡെക്സിങ് സോഫ്റ്റ്വെയറിലേക്ക് ഈ കിട്ടിയിരിക്കുന്ന വെബ്സൈറ്റ് ഐ ഡിയും അല്ലെങ്കിൽ URLും പിന്നെ എന്താണ് ഡോക്യുമെൻറ്റ്സും ഇൻഡെക്സിങ് സോഫ്റ്റ്വെയറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇൻഡെക്സിങ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? ഈ വെബ് അഡ്രസ്സിൽ നിന്നും ഡോക്യുമെൻസിൽ നിന്നും ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സെർച്ച് അൽഗോരിതം. അതിനു മുന്നേ ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് upon the particular search engine. Some index every word in the document other than the document title only. Search algorithm. When you perform a search by entering keywords, the search engine software search a database in which indexing software stores entries using a particular search method called search algorithm. Then it displays the matching documents. അപ്പോൾ എന്താ ഇതിൽ സംഭവിക്കുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിൽ സെർച്ച് അൽഗോരിതം
When you perform a search by entering keywords, the search engine software searches its database. സെർച്ച് എൻജിൻ സോഫ്റ്റ്വെയർ ഡേറ്റാബേസിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും. നമ്മൾ എന്താണ് ഇതിനു മുന്നേ സെർച്ച് ചെയ്ത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്ത് ചെയ്യും, ഈ സെർച്ച് അൽഗോരിതം വെച്ചിട്ട് ഒരു സെർച്ച് എഞ്ചിനോട് സെർച്ച് നടത്തും. എന്നിട്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂസർക്ക് കൊടുക്കും. ദാറ്റ്സ് ദ ഫൈനൽ സ്റ്റെപ്പ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ സെർച്ച് മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഡിസ്പ്ലേസ് ദ മാച്ചിങ് ഡോക്യുമെൻറ്റ്സ് ഓഫ് വെബ് അഡ്രസ്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ കീവേഡിനോട് ബന്ധപ്പെട്ട മാച്ചിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അഡ്രസ് നമുക്ക് വിസിബിൾ ആവുന്നത്. ദിസ് ഈസ് ദ പ്രോസസ് taking place while we search for some keywords. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, സെർച്ച് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ഫീൽ ദ ഡിഫറൻസ്. നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുക, മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ. അതാണ് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഓൾ യു ഹാവ് ടു ഡു ഇസ് പ്രാക്ടീസ്. തിയറിനേക്കാൾ ഉപരി പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്സ് അല്ലേ, അത് ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ എന്തിനെങ്കിലും പറ്റി നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി, ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ദാറ്റ്സ് ഹൗ ദ ലേണിംഗ് പ്രോസസ് വർക്ക്സ്. And here we can see some searching tips. ഉണ്ട്. അതായത് നമുക്ക് അത് ഇതിലുള്ളതല്ല. ഓക്കെ. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് അറിയണം പല കാര്യങ്ങളും. അതായത് എന്താ പറയുക, ഒരാളെ പറ്റി അറിയണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഹൂ ഇസ് ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നമുക്ക് ഹോം മിനിസ്റ്ററിനെയാണ് അറിയേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കരുത്. ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഓരോ വേർഡിനെയും സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും, ഓരോ കീവേഡായിട്ടിരിക്കും. ദ സെർച്ച് എഞ്ചിൻ വിൽ ടേക്ക് ഈച്ച് ആൻഡ് എവറി വേർഡ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് സെൻറ്റൻസ് ആസ് കീവേഡ്സ്, ആൻഡ് ഇറ്റ് വിൽ search for who, it will search for is, it will search for the, it will search for home, it will search for minister, it will search for of and India. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്ന എന്നതിനെ പറ്റിയായിരിക്കും, ഈ എല്ലാ കീവേഡിനെ പറ്റിയും സെർച്ച് ചെയ്യും. ആൻഡ് ദ എക്സാക്ട് തിങ് നമുക്ക് അറിയേണ്ട കാര്യം എന്താ, ഹോം മിനിസ്റ്റർ ആരാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സെർച്ച് ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. In the search box, then you may end up getting lack of matches but not being the useless. This is because the search engine search for each word in the search query separately. That is, in this case, your search will search for the words who, home, minister, India separately and display all the results. Commonly, word like a and is dropped. Surround your query in a quote or put some punctuation mark if you want it to be treated as a single phrase rather than a series of individual search terms. For example, if you want to search for the book titled God of Small Things, then you write it as. അപ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ പറ്റി അറിയണം. സോ യു വാണ്ടഡ് ടു നോ അബൌട്ട് ദ ബുക്ക് നെയിംഡ് God of Small Things, but it consists of 3 or 4 words. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിക്കാണെങ്കിൽ the search engine will go for searching all the words included in that sentence or the title. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒറ്റ കീവേഡായിട്ട് എടുക്കണമെന്ന് നമ്മൾ സെർച്ച് എഞ്ചിനോട് പറയണം. സോ ഹൗ ക്യാൻ ബി സേ ദാറ്റ്, നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം. അതായത് നമുക്ക് ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കാം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ.